ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തക്കാളിയും സവാളയും ഒന്നും വഴറ്റി ചേർക്കാതെ നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കടലയോ തേങ്ങയോ ഒന്നും നമ്മൾ അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ റെസിപ്പി കണ്ടാലോ? ഇവിടെ ഞാൻ വലിയൊരു സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് സവാള വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 3-4 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, അതുപോലെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വഴറ്റുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3/4 കപ്പ് കടലയ്ക്ക് ആവശ്യമായതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു 6-7 മണിക്കൂർ നേരം കുതിർത്ത കടലയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വലിയൊരു തക്കാളി വലുത് തന്നെ എടുക്കണം. അതിൻ്റെ ഒരു പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി മാത്രം കുക്കറിൽ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കറിലാണ് ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കടല കൂടുതൽ വെള്ളമായി പോകരുത് കടല വെന്ത് വരുമ്പോൾ. അപ്പോൾ പാകത്തിന് കടല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കത് കുക്കർ മൂടിയിട്ട് ഞാനിവിടെ ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് കടല വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ലപോലെ കുതിർന്നതുകൊണ്ട് ഇത് 4 വിസിലിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുക്കർ തുറന്ന് നോക്കുകയാണ് കേട്ടോ. കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം പാകത്തിനേ ഉള്ളൂ കേട്ടോ. കടലയേക്കാൾ മുകളിലേക്ക് നിൽക്കുന്നില്ല, അടിയിൽ മാത്രം കുറച്ച് വെള്ളമുണ്ട്. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കടലയുടെ വേവ് നമുക്ക് നല്ലപോലെ മനസ്സിലാകും. ഇനി ഞാൻ ഈ വെന്ത കടല ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വീഡിയോയിൽ വ്യക്തമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ മാറ്റിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയിൽ നിന്ന് ഒരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ആ തേങ്ങാപ്പാലിലൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ കടലക്കറി ഇവിടെ ഇതുപോലെ റെഡിയായി വന്നു. ഇതിൽ നമ്മൾ കടലയൊന്നും അരച്ച് ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. എണ്ണ വളരെ കുറച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നും വഴറ്റിയിട്ടില്ല, വഴറ്റാതാണ്. പക്ഷേ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു താളിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആ തേങ്ങാപ്പാലിൽ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ മറ്റൊരു സ്റ്റൗവിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഒരു 4-5 എണ്ണം ഇതുപോലെ അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പകുതി തക്കാളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ തക്കാളിയും ചുവന്നുള്ളിയും കൂടെ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നത് നമുക്കിനി ഇതിലേക്ക് കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കടലക്കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. കടലയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ അടിപൊളി കടലക്കറി തയ്യാറായി. എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചുള്ളൂ, മാത്രമല്ല കടലയൊന്നും അരച്ച് ചേർത്തിട്ടില്ല, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.